മാവേലിക്കര തഴക്കര ആത്മാനന്ദവിലാസം സംസ്കൃത യു.പി. സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും റേഡിയോ വിതരണം ചെയ്തു. സമ്മേളനം എം.എസ്. അരുൺകുമാർ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര തഴക്കര ആത്മാനന്ദവിലാസം സംസ്കൃത യു.പി. സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും റേഡിയോ വിതരണം ചെയ്തത് മാതൃകയായി. ഇതിനോടനുബന്ധിച്ച് നടന്ന സമ്മേളനം എം.എസ്. അരുൺകുമാർ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഓർത്തത് മഞ്ചേരി, മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ഏറ്റവും ചെറുപ്പമായിരിക്കുമ്പോൾ റേഡിയോ കേൾക്കുന്നതിനെ കുറിച്ചാണ്. സുഭാഷിതത്തിൽ തുടങ്ങുന്ന കാര്യമൊക്കെ സമയത്ത് ഇന്നിപ്പോൾ നമ്മൾ 1ാം ക്ലാസ്സിലേക്ക് പോലും ആകാത്ത സമയമാണ്. നമുക്ക് ഈ പാട്ട് കേൾക്കാനാണ് നീ വയലും വീടുമൊക്കെ പറയുമ്പോൾ മുരളീധരൻ തഴക്കര എന്ന് പറയുന്ന ആൾ ആകാശത്തെങ്ങുള്ള ചിന്തയായിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തോടൊപ്പം അടുത്തിരിക്കാൻ കഴിയുന്നതില്ല. കാരണം അന്ന് നമ്മൾ കുഞ്ഞായതുകൊണ്ട് നമുക്കിതിനെ കുറിച്ച് പ്രത്യേക കാര്യങ്ങളൊന്നും നാടകം, നമ്മുടെ അതേപോലെ ഡോക്ടറോട് ചോദിച്ച ആരോഗ്യകരമായ വർത്തമാനങ്ങൾ, കഥാപ്രസംഗങ്ങൾ, എല്ലാ നിലയിലും മനസ്സിന് സന്തോഷവും അറിവും പകരുന്ന, നേരത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു, ആകാശത്തിലെ സർവകലാശാല, ശൂന്യതയിലെ സർവകലാശാല, അതാണ് റേഡിയോ എന്നത്. ഇന്ന് മാവേലിക്കര മണ്ഡലത്തിലെ പലയിടങ്ങളിലും ചെല്ലുമ്പോൾ മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലൊക്കെ റേഡിയോ കിയോസ്കുകൾ നമുക്ക് പലപ്പോഴും കാണാം. ഇന്നതിൻ്റെ ഉപയോഗം അങ്ങനെ കാണുന്നില്ല. ആ റേഡിയോ കിയോസ്കുകൾ ഒരു സമയത്ത് മനുഷ്യർ നന്നായി ആസ്വദിച്ചിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ റേഡിയോയുടെ കണ്ടുപിടുത്തത്തെക്കുറിച്ച് തിരുമേനിയുടെ വളരെ കാര്യമായി വിശദമായി ചോദിച്ചു. ഞാൻ അതുകൊണ്ട് അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് കാണും. അപ്പോൾ റേഡിയോയുടെ കണ്ടുപിടുത്തം തന്നെ 2 തരത്തിലുള്ള പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ്. മാർക്കോണി ടെസ്ല എന്ന് പറയുന്ന ഒരു വലിയ തർക്കത്തെക്കുറിച്ച് ഞാൻ വായിക്കുകയല്ല. അപ്പം അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളായി. ആ കണ്ടുപിടുത്തങ്ങൾ ഇന്ന് നമ്മുടെ ഫോണിൽ തന്നെ റേഡിയോ കേൾക്കാൻ കഴിയുന്ന, കയ്യിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന നിലയിലേക്ക്, TV വരെ കയ്യിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന നിലയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ മുരളീധരൻ തഴക്കര അധ്യക്ഷനായി. ഡോക്ടർ ജോഷ മാർ ഇഗ്നാത്തിയോസ് മെത്രാപ്പൊലീത്ത റേഡിയോ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. 1920കളിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ തന്നെ വാർത്താ മാധ്യമ സംപ്രേഷണ കേന്ദ്രങ്ങൾ രൂപപ്പെടുകയും അതിവേഗതയിൽ ലോകത്ത് അറിവുകൾ പങ്കുവയ്ക്കുവാൻ സാധ്യത ഉയരുകയും ചെയ്തു. പകരമായി വയ്ക്കാനാവാത്ത രീതിയിൽ റേഡിയോ ബഹുജന ആശയവിനിമയ മാധ്യമമായി വളർന്നു വന്നു. വാർത്തകൾക്കൊപ്പം സംഗീതം, കലാസാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ സ്വകാര്യ വീടുകളിൽ എത്തിക്കുവാൻ റേഡിയോയിലൂടെ സാധിച്ചു. വിദ്യയ്ക്കും വിനോദനത്തിനും ശക്തമായ ഉപാധിയായി റേഡിയോ മാറ്റപ്പെട്ടു. റേഡിയോ വിതരണത്തിന്റെ വാർഡ് തല ഉദ്ഘാടനം തഴക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സതീഷ് നിർവഹിച്ചു. സ്കൂൾ ലാംഗ്വേജ് ലാബിന്റെ ഉദ്ഘാടനം ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. ഷീല JK, സുനിൽ വെട്ടിയാർ, അംബിക സത്യനേശൻ, ഉഷ L, അജീഷ് കുമാർ, ലത അനിൽ, ശ്രീകുമാരി, KG മഹാദേവൻ, ജോർജ് തഴക്കര, B തങ്കം, G അജിമോൻ എന്നിവർ സംസാരിച്ചു. CD ന്യൂസ് മാവേലിക്കര.